ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പാർട്ട് 2 ആണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ 10th ലെവൽ എക്സാം ആയിട്ടുണ്ടായിരുന്നു അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആണ് കേട്ടോ. റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയും SCRTയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം SCRTയുടെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. 2024 ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബുക്സിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളായിട്ട് ഏതൊക്കെ വേണം ഏതൊക്കെ വേണ്ട എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ആവശ്യമുള്ളവർ കാണുക. അതിന് മുമ്പായിട്ട് നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 2025 വരെ ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസും നമ്മൾ ഓരോ ടോപ്പിക്ക് തിരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആവശ്യമുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നോക്കാം കേട്ടോ. ഞാൻ പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 10 ക്വസ്റ്റ്യനും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ചെയ്തത്. ഏകദേശം 1 ഹവറിന്റെ അടുത്തൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ. ഒന്ന് ക്വസ്റ്റ്യൻസ് ആണെന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് 1950-ലാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് എന്ന സ്ഥാപനം നിലവിൽ വന്നത് 2018-ലാണ്. അപ്പൊ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് തോന്നുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. എന്താണ്? ബി ആണ്. അതായത് 1ഉം 3ഉമാണ് ഇവിടെ ശരിയെന്ന് പറയുന്നത്. 1ഉം 3ഉം എന്താണ്? ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് 1950-ലാണ്. അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. എന്താണ്? അതൊരു അഡ്വൈസറി കമ്മിറ്റിയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. എന്താണ് ദേശീയ ആസൂത്രണ കമ്മിറ്റി? എങ്ങനെയാണ് ഇത് നീതി ആയോഗിലോട്ട് ഇത് എത്തിയത്? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. അപ്പോ ജവഹർലാൽ നെഹ്റു, അതുൽ തിവാരി സാമ്പത്തിക ആസൂത്രണം എന്ന ലക്ഷ്യത്തോടെ സുഭാഷ് ചന്ദ്രബോസ് ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, അതുൽ തിവാരി, അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ ചേർന്ന് രൂപീകരിച്ച കമ്മിറ്റിയാണ് ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? നെഹ്റു, അതുൽ തിവാരി, സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ 1938 ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നു. ഇവര് ചേർന്ന് രൂപീകരിച്ചെങ്കിലും നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ 1938-ലാണ് ഇത് നിലവിൽ വരുന്നത്. അപ്പൊ നിലവിൽ വന്ന സമ്മേളനം എന്ന് പറയുന്നത് ഏതാണ്? 1938-ലെ ഹരിപുര സമ്മേളനം. 1938-ലെ ഹരിപുര സമ്മേളനത്തിലാണ് നിലവിൽ വരുന്നത്. തുടർന്ന് 1946 ഒരു ഇടക്കാല ഗവൺമെന്റ് അതായത് 1946 ഒരു ഇടക്കാല ഗവൺമെന്റ് അതായത് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കുകയും അതിന്റെ ചെയർമാനായിട്ട് KC നിയോഗി നിയമിക്കപ്പെടുകയും ചെയ്തു. അല്ലെ, PSCയുടെ ഒരു ഇഷ്ട ചോദ്യമാണ് KC നിയോഗി. എന്താണ് ഇതിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്? അതായത് അഡ്വൈസറി പ്ലാനിംഗ് കമ്മിറ്റി പ്ലാനിംഗ് ബോർഡിന്റെ രൂപീകരിക്കും അതിന്റെ ചെയർമാൻ അഡ്വൈസറി കമ്മിറ്റിയുടെ പ്ലാനിംഗ് ചെയർമാൻ ആരാണെന്നുള്ളത് ചോദ്യം വരാറുണ്ട്. ആരാണ്? KC നിയോഗിയാണ് ആൻസർ എന്ന് പറയുന്നത്. KC നിയോഗി. അപ്പൊ ദേശീയ ആസൂത്രണ കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എന്താണ് ആസൂത്രണ കമ്മീഷൻ? ആസൂത്രണ കമ്മീഷൻ എന്നാൽ എന്താണ്? 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത്. 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത്. അതായത് 1946 KC നിയോഗി അധ്യക്ഷനായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവരുടെ ഉപദേശപ്രകാരം 1950 മാർച്ച് 15-ന് ഒരു ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. അപ്പൊ ഇതെന്ന് പറയുന്നത് അറിയപ്പെടുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ ആസൂത്രണ കമ്മീഷൻ അറിയപ്പെടുന്ന പേരുകൾ എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടന്റ് ആണ്. സമാന്തര കല്ല്, അതുപോലെ തന്നെ ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല്, സൂപ്പർ ക്യാബിനറ്റ്, അതുപോലെ തന്നെ സാമ്പത്തിക ക്യാബിനറ്റ്. ആസൂത്രണ കമ്മീഷൻ അറിയപ്പെടുന്ന പേരുകളാണ് സമാന്തര കല്ല്, ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല്, സൂപ്പർ ക്യാബിനറ്റ്, സാമ്പത്തിക ക്യാബിനറ്റ്. അപ്പൊ ഇങ്ങനെ ചോദിക്കാം. സാമ്പത്തിക ക്യാബിനറ്റ് എന്ന് അറിയപ്പെടുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആസൂത്രണ കമ്മീഷനാണ്. ആസൂത്രണ കമ്മീഷന്റെ പേരുകളാണ് സമാന്തര കല്ല്, ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല്, സൂപ്പർ ക്യാബിനറ്റ്, സാമ്പത്തിക ക്യാബിനറ്റ്. ഇതെന്താണ്? ഇതൊരു ഉപദേശക സമിതിയാണ്. ഇതൊരു അഡ്വൈസറി കമ്മിറ്റിയാണ്. അല്ലെ, ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു അഡ്വൈസറി കമ്മിറ്റിയാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ളൊരു ബോഡിയോ അല്ല. ഇതൊരു ഉപദേശക സമിതിയാണ്. അല്ലെ, അപ്പൊ ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം എന്ന് പറയുന്നത് യോജനാ ഭവനാണ്. യോജനാ ഭവൻ, ഡൽഹി. യോജനാ ഭവൻ എന്ന് പറയുന്നത് ഡൽഹി. അപ്പൊ ഇതിന്റെ അധ്യക്ഷൻ ആരാണ്? അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. അല്ലെ, ഇപ്പോഴത്തെ
പ്രധാനമന്ത്രി ആരാണോ അവരായിരിക്കും അതിന്റെ അധ്യക്ഷൻ. അപ്പൊ ഇപ്പോഴത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? നെഹ്റു ആണ് അല്ലെ, ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ഇതിന് അധ്യക്ഷനും മാത്രമല്ല ഉണ്ടാവുക, ഇതിനൊരു ഉപാധ്യക്ഷനും ഉണ്ടാവും. അതുപോലെ തന്നെ കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ഉണ്ടാവും. ഓക്കെ, അതായത് ഒരു ഉപാധ്യക്ഷൻ ഉണ്ടാവും, കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ അംഗങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഒരു അധ്യക്ഷൻ ഉണ്ടാവും, ഒരു ഉപാധ്യക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന ഒരു കമ്മീഷൻ ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നെഹ്റു ആണെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദ ഇമ്പോർട്ടന്റ് ആണ്, ഗുൽസാരിലാൽ നന്ദയാണ്. ഓക്കെ, അപ്പോ അധ്യക്ഷൻ പറഞ്ഞു, ഉപാധ്യക്ഷൻ പറഞ്ഞു. അപ്പൊ കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങൾ ആരൊക്കെയാണ്? ആദ്യത്തെ എന്ന് പറയുന്നത് CD ദേശ്മുഖ്, അതുപോലെ VT കൃഷ്ണമാചാരി, GL മേത്ത, RK പട്ടേൽ. ഓക്കെ, ഇത്രയും ആൾക്കാരാണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ കേന്ദ്ര ക്യാബിനറ്റ് കമ്മീഷന്റെ അംഗങ്ങൾ എന്ന് പറയുന്ന ആരൊക്കെയാണ്? CD ദേശ്മുഖ്, VT കൃഷ്ണമാചാരി, GL മേത്ത, RK പട്ടേൽ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അടുത്ത എന്താണ്? സോവിയറ്റ് യൂണിയൻ മാതൃക അല്ലെ. അപ്പൊ നമ്മൾ ഏത് മാതൃകയിലാണ് നമ്മൾ ഇവിടെ ആസൂത്രണ കമ്മീഷൻ നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത്? സോവിയറ്റ് യൂണിയൻ മാതൃകയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ മാതൃകയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ആസൂത്രണ കമ്മീഷന് പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ്. ഓക്കെ, അതായത് ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് അവരുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നത് എന്തിലൂടെയാണ്? പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ്. അതായത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക. എത്ര വർഷം കൊണ്ടാണ്? 5 വർഷം കൊണ്ട് അല്ലെ, പഞ്ചവത്സരം അല്ലെ. അപ്പൊ 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നുള്ളതാണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. എന്താണ്? ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് അവരുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നത് പഞ്ചവത്സര പദ്ധതികൾ മൂലമാണ്. പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നുള്ളതാണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ കമ്മീഷന്റെ അവസാനത്തെ ചെയർമാൻ അല്ലെ, ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? കമ്മീഷന്റെ അവസാനത്തെ ചെയർമാൻ നരേന്ദ്രമോദിയാണ് കമ്മീഷന്റെ അവസാനത്തെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ. അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ മൊണ്ടേൻ സിംഗ് അലുവാലിയാണ് അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, അവസാനത്തെ മെമ്പർ സെക്രട്ടറി ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് സിന്ധു ശ്രീ ഗുള്ളർ ആണ്. ഓക്കെ, സിന്ധു ശ്രീ ഗുള്ളർ ആണ് അവസാനത്തെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത്. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചത് എപ്പോഴാണ്? 1965 നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിക്കുന്നത്. ദേശീയ വികസന കമ്മിറ്റി NDC, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപീകരിക്കുന്നത് എപ്പോഴാണ്? 1952 ഓഗസ്റ്റ് 6. ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. ഓക്കെ, അപ്പോ എന്താണ് ഈ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത്? അതായത് ഇത് ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ചതാണ് കേട്ടോ. ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് ദേശീയ വികസന കമ്മിറ്റി നിലവിൽ വന്നത് ഞാൻ പറഞ്ഞതുപോലെ 1952 ഓഗസ്റ്റ് 6 ചെയർമാൻ നെഹ്റു ആണ്. ഇതിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1952 നവംബർ 8, 9 ആണ് കേട്ടോ. ഇത് ചോദിക്കാറുണ്ട്. അപ്പൊ ആദ്യത്തെ സമ്മേളനം നടന്നത് 1952 നവംബർ 8, 9 ഇതിന്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ഓക്കെ, അപ്പോ ഈ 1967 ഒക്ടോബർ 7 പുനഃസംഘടിപ്പിച്ച ഈ കൗൺസിൽ, അപ്പൊ ഇതിന്റെ ഈ കൗൺസിൽ പുനഃസംഘടിപ്പിച്ചത് എപ്പോഴാണ്? 1967 ഇത് വീണ്ടും പുനഃസംഘടിപ്പിച്ചു. അപ്പൊ ഈ കൗൺസിലാണ് വികസന കാര്യങ്ങളിൽ ഉന്നത തീരുമാനങ്ങൾ എടുക്കുന്ന രാജ്യത്തിന്റെ അതോറിറ്റി. ഓക്കെ, രാജ്യത്തിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? 1967 ഒക്ടോബർ 7 പുനഃസംഘടിപ്പിച്ച ഉന്നത കൗൺസിലാണ് വികസന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന രാജ്യത്തിന്റെ അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ അടുത്തത് എന്താണ് വരുന്നത്? അടുത്തത് നീതി ആയോഗാണ് കേട്ടോ വരുന്നത്. നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഈ പേര് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. അപ്പൊ നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താ? നീതി, NITI എന്ന് പറയുമ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ, അപ്പൊ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. 2015 ജനുവരി 1 ഇത് നിലവിൽ വരുന്നത് അല്ലെ. 2015 ജനുവരി 1 ആസൂത്രണ
ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗ് എന്ന് പറയുന്നത്. ഓക്കെ, നീതി ആയോഗിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? നീതി ഭവൻ സൻസദ് മാർഗ്. നീതി ഭവൻ സൻസദ് മാർഗ്, ന്യൂഡൽഹി. ഓക്കെ, നീതി ഭവൻ സൻസദ് മാർഗ്, ന്യൂഡൽഹി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഇതിന്റെ ചുരുക്കപ്പേരാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തതെന്ന് പറയുന്നത് ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ ആണ് അല്ലെ. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് നീതി ആയോഗ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വരാം. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത് എന്താണ്? നീതി ആയോഗ്. ഇന്ത്യയുടെ ഒരു തിങ്ക് ടാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇത് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ ഓപ്ഷൻസ് തന്നിട്ട് അതിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത് നീതി ആയോഗ് ആണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എപ്പോഴാണ്? 2015 ഫെബ്രുവരി 8-ന്. 2015 ഫെബ്രുവരി 8-നാണ് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. അപ്പൊ ആദ്യത്തെ സമ്മേളനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ടീം ഇന്ത്യ. ആദ്യത്തെ സമ്മേളനം, നീതി ആയോഗിന്റെ ആദ്യത്തെ സമ്മേളനം അറിയപ്പെട്ടിരുന്ന പേരെന്ന് പറയുന്നത് എന്താണ്? ടീം ഇന്ത്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോ അടുത്ത എന്താണ്? ഇതിന്റെ ഗവേണിംഗ് കൗൺസിൽ, ഇതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നമ്മൾ ആസൂത്രണ കമ്മീഷനിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇവിടെയും ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി തന്നെ ആയിരിക്കും. പ്രധാനമന്ത്രി തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിമാര്, അതുപോലെ തന്നെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാര്, ലഫ്റ്റനന്റ് ഗവർണർ എന്നിവ ഉൾപ്പെടുന്നു. ഓക്കെ, ഗവർണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? സംസ്ഥാന മുഖ്യമന്ത്രിമാര്, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാര്, ലഫ്റ്റനന്റ് ഗവർണർ എന്നിവരാണ് ഉൾപ്പെടുന്നത്. ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ഇപ്പോഴത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. ഓക്കെ, ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് സുമൻ കെ ബറിയാണ്. ഓക്കെ, സുമൻ കെ ബറിയാണ് ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് അരവിന്ദ് പനഗിരിയാണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? അരവിന്ദ് പനഗിരിയാണ്. രണ്ടാമത് ആരാണ്? രണ്ടാമത് എന്ന് പറയുന്നത് രാജീവ് കുമാറാണ്. ഓക്കെ, സിഇഒ ആരാണ്? സിഇഒ എന്ന് പറയുന്നത് BVR സുബ്രഹ്മണ്യമാണ് സിഇഒ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ സിഇഒ ആരാണ്? ആദ്യത്തെ സിഇഒ എന്ന് പറയുന്നത് സിന്ധു ശ്രീ കുള്ളനാണ്. രണ്ടാമത്തെ ആണെങ്കിൽ അമിതാഭ് കാന്ത് ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി, ഉപാധ്യക്ഷൻ സുമൻ കെ ബറി, ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗിരിയ, രണ്ടാമത് രാജീവ് കുമാർ, ഇപ്പോഴത്തെ സിഇഒ BVR സുബ്രഹ്മണ്യമാണ്. ആദ്യത്തെ ആണെങ്കിൽ സിന്ധു ശ്രീ മുള്ളരും, രണ്ടാമത്തെ ആണെങ്കിൽ അമിതാഭ് കാന്തുമാണ് സിഇഒ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആസൂത്രണ കമ്മീഷൻ. ഒരുപാടൊന്നും എടുക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ആവശ്യമുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഇതൊന്നും പറഞ്ഞാൽ തീരില്ല, അത്രയുള്ളതാണ്. അപ്പൊ ഞാൻ എനിക്ക് ഇമ്പോർട്ടന്റ് എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് വിപ്ലവങ്ങൾ അല്ലെ, നമ്മുടെ കാർഷിക മേഖലയായിട്ട് കുറച്ച് വിപ്ലവങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹരിത വിപ്ലവം, ധവള വിപ്ലവം, അതുപോലെ തന്നെ നീല വിപ്ലവം, മഞ്ഞ വിപ്ലവം, സുവർണ വിപ്ലവം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എന്താണ്? ഹരിത വിപ്ലവം എന്ന് പറയുന്നത് 3 എന്താണ്? ഭക്ഷ്യ ഉൽപാദനം. ഹരിത വിപ്ലവം എന്താണ്? ഭക്ഷ്യ ഉൽപാദനം. ധവള വിപ്ലവം എന്നാൽ എന്താണ്? പാല് ഉൽപാദനം. ഓക്കെ, നീല വിപ്ലവം എന്നാൽ എന്താണ്? മത്സ്യ ഉൽപാദനം. മഞ്ഞ വിപ്ലവം എന്നാൽ എന്താണ്? മഞ്ഞ വിപ്ലവം എന്നാൽ എണ്ണക്കുരു ഉൽപാദനം. ഓക്കെ, സുവർണ വിപ്ലവം എന്നാൽ എന്താണ്? പഴം പച്ചക്കറി ഉൽപാദനം. ഓക്കെ, ഹരിത വിപ്ലവം എന്നാൽ എന്താണ്? ഭക്ഷ്യ ഉൽപാദനം. ധവള വിപ്ലവം എന്നാൽ എന്താണ്? പാലുൽപാദനം. നീല വിപ്ലവം എന്നാൽ മത്സ്യ ഉൽപാദനം. മഞ്ഞ വിപ്ലവം എന്നാൽ എണ്ണക്കുരു ഉൽപാദനം. സുവർണ വിപ്ലവം എന്നാൽ പഴം പച്ചക്കറി ഉൽപാദനം. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ കുറച്ചെണ്ണം കൂടെ നോക്കിയാലോ. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. രജത വിപ്ലവം എന്നാൽ എന്താണ്? മുട്ട ഉൽപാദനമാണ്. രജത വിപ്ലവം, മുട്ട ഉൽപാദനം. ബ്രൗൺ വിപ്ലവം എന്നാൽ എന്താണ്? രാസവളങ്ങളുടെയും തുകലിന്റെയും ഉൽപാദനം. ഗ്രേ വിപ്ലവം എന്നാൽ എന്താണ്? ഭവന നിർമ്മാണ വളങ്ങൾ എന്നിവയുടെ റിലേറ്റഡ് ആയിട്ടാണ് ഗ്രേ വിപ്ലവം എന്ന് പറയുന്നത്. സിൽവർ ഫൈബർ വിപ്ലവം, പരുത്തി ഉൽപാദനം. ഓക്കെ, ചുവപ്പ് വിപ്ലവം എന്നാൽ എന്താണ്? മാംസം തക്കാളി ഉൽപ്പന്നം. സ്വർണ്ണ
സ്വർണ്ണ വിപ്ലവം എന്നാൽ എന്താണ്? പഴം പച്ചക്കറി ഉൽപാദനത്തിനെയാണ് നമ്മൾ സ്വർണ്ണ വിപ്ലവം എന്ന് പറയുന്നത്. മഴവിൽ വിപ്ലവം. മഴവിൽ വിപ്ലവം എന്നാൽ എന്താണ്? കാർഷിക മേഖലയിൽ മൊത്തത്തിലുള്ള ഉൽപാദനം. കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപാദനത്തിനെയാണ് നമ്മൾ മഴവിൽ വിപ്ലവം എന്ന് പറയുന്നത്. മഴവിൽ വിപ്ലവം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇത് മനസ്സിലായല്ലോ അല്ലെ? ഇതിൽ ഇനിയിപ്പോ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, കിട്ടാവുന്നതിന്റെ മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2011 സെൻസസ് അനുസരിച്ചിട്ട് സ്ത്രീ പുരുഷ അനുപാതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ക്രമപ്പെടുത്തുക. ഓക്കെ, അപ്പൊ ഇതിൽ ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. എന്താണ്? സോറി, ഇതിന്റെ ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യാനായിട്ട് വിട്ടുപോയതാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആദ്യം വരുന്നത് ഏതാ അറിയോ? ആദ്യം വരുന്നത് കേരളമാണ്. ഓക്കെ, ആദ്യം വരുന്നത് കേരളമാണ്. ഓക്കെ, രണ്ടാമത് വരുന്നത് എന്താണ്? രണ്ടാമത് വരുന്നത് പുതുച്ചേരി, സോറി, തമിഴ്നാടാണ്. ഓക്കെ, രണ്ടാമത് വരുന്നത് തമിഴ്നാടാണ്. ഓക്കെ, മൂന്നാമത് ഏതാണ് വരുന്നത്? മൂന്നാമത് വരുന്നത് നമ്മുടെ ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡ്. ഓക്കെ, മൂന്നാമത് വരുന്നത് ഛത്തീസ്ഗഡ് ആണ്. നാലാമത് വരുന്നത് ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശ്. അത് കഴിഞ്ഞ ലാസ്റ്റ് വരുന്നത് നമ്മുടെ പുതുച്ചേരിയാണ്. ഓക്കെ, പുതുച്ചേരിയാണ് വരുന്നത്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് നോക്കിയാലോ? ഓക്കെ, ഇവിടെ വരുന്നത് ആദ്യം എന്ന് പറയുന്നത് ആദ്യം കേരളമാണ്. ഓക്കെ, ആദ്യം വരുന്നത് ഏതാണ്? കേരളമാണ്. രണ്ടാമത് വരുന്നത് തമിഴ്നാടാണ്. രണ്ടാമത് വരുന്നത് തമിഴ്നാടാണ്. മൂന്നാമത് വരുന്നത് ഛത്തീസ്ഗഡ് ആണ്. മൂന്നാമത് വരുന്നത് ഛത്തീസ്ഗഡ് ആണ്. നാലാമത് വരുന്നത് ആന്ധ്രാപ്രദേശ് ആണ്. അഞ്ചാമത് വരുന്നത് പുതുച്ചേരിയാണ്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. ആൻസർ എന്താണ്? ആൻസർ ഇതിൽ കൊടുത്തിരിക്കുന്നത് പ്രകാരം ശക്തികാന്ത ദാസ് ആണ് കേട്ടോ. ഇതിന്റെ ആൻസർ പ്രകാരം ശക്തികാന്ത ദാസ് ആണ്. ഓക്കെ, ഇതിന്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ നമുക്കിപ്പോ നോക്കാം. ഓക്കെ, അടുത്ത് ഇതെന്താണ്? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ്. ഇന്ത്യയുടെ ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ? ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1-നാണ്. 1935 ഏപ്രിൽ 1-നാണ് സ്ഥാപിതമായത്. ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നു അല്ലെ? ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ അന്താരാഷ്ട്ര നാണയ നിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നതും നമ്മൾ RBI ആണ്. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. വായ്പകളുടെ നിയന്ത്രകൻ വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഹിൽട്ടണിയൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് നിലവിൽ വന്നത്. ഓക്കെ, ഹിൽട്ടണിയൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് നിലവിൽ വന്നത്. ഹിൽട്ടണിയൻ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ സ്ഥാപിത മൂല്യം, ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപിത മൂലധനം എന്ന് പറയുന്നത് എത്രയാണ്? സ്ഥാപിത മൂലധനം എന്ന് പറയുന്നത് 5 കോടിയാണ്. ഓക്കെ, 5 കോടിയാണ് സ്ഥാപിത മൂലധനം എന്ന് പറയുന്നത്. ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈ ആണ് കേട്ടോ. മുംബൈ ആണ് ആസ്ഥാനം. ആദ്യത്തെ ആസ്ഥാനം ചോദിക്കുന്നുണ്ട് ചില പരീക്ഷകളിൽ. ആദ്യത്തെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. രണ്ടാമത്തെ ഇപ്പോഴത്തെ നിലവിലെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈ ആണ്. ഓക്കെ, അപ്പൊ മാറ്റിയത് എപ്പോഴാണ്? നമ്മുടെ കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത് 1937-ലാണ്. 1937-ലാണ് മാറ്റിയത്. ഓക്കെ, അപ്പൊ ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത് 1949-ലാണ്. ഓക്കെ, അതായത് നമ്മുടെ ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ്? 1949-ലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യമായിട്ട് ദേശസാൽക്കരിക്കപ്പെട്ട വർഷം എന്ന് പറയുന്നത് എപ്പോഴാണ്? 1949 ജനുവരി 1-നാണ്. ഓക്കെ, ജനുവരി 1-നാണ്. കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ കറൻസി നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യാൻ അവകാശമുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. ഓക്കെ, റിസർവ് ബാങ്കിനാണ് നമ്മുടെ കറൻസി നോട്ടുകൾ അച്ചടിക്കാനുള്ള അധികാരമുള്ളത്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? 1 രൂപ നോട്ട് ഒഴികെ മറ്റെല്ലാ കറൻസികളിലും ഒപ്പുവെക്കുന്നത് ആരാണ്? RBIയുടെ ഗവർണറാണ് കേട്ടോ. RBIയുടെ ഗവർണറാണ് 1 രൂപ നോട്ട് ഒഴികെ ബാക്കി എല്ലാത്തിലും ഒപ്പുവയ്ക്കുന്നത് RBIയുടെ ഗവർണറാണ്. അപ്പൊ 1 രൂപ നോട്ടിൽ ഒപ്പുവയ്ക്കുന്നത് ആരാണ്?
രൂപ നോട്ടിൽ ഒപ്പുവയ്ക്കുന്നത് ധനകാര്യ സെക്രട്ടറിയാണ്. ഓക്കെ, ധനകാര്യ സെക്രട്ടറിയാണ് 1 രൂപ നോട്ടിൽ ഒപ്പുവയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇതില് ചിഹ്നത്തിൽ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്ന മൃഗം എന്ന് പറയുന്നത് കടുവയും വൃക്ഷം എന്ന് പറയുന്നത് എണ്ണപ്പനയുമാണ്. വൃക്ഷം എന്ന് പറയുന്നത് എന്താണ്? എണ്ണപ്പനയുമാണ്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ആളുകൾ അല്ലെ, അതായത് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്, അവരുടെ നോക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് സർ ഓസ്ബോൺ സ്മിത്ത് ആണ് കേട്ടോ. സർ ഓസ്ബോൺ സ്മിത്ത്. ഓക്കെ, എഴുതുന്നവരെ എഴുതിയെടുക്കുക. ഓസ്ബോൺ സ്മിത്ത് ആണ് ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1935 മുതൽ 1937 വരെയാണ്. 1935 to 1937 വരെയാണ്. ഓക്കെ, അടുത്തത് ആരാണ്? അടുത്തത് ജെയിംസ് ടൈലർ ആണ്. ഓക്കെ, ജെയിംസ് ടൈലർ ആണ് 1937 മുതൽ 1943 വരെ. 1937 മുതൽ 1943 വരെ. അടുത്തത് എന്ന് പറയുന്നത് CD ദേശ്മുഖ് ആണ്. ഓക്കെ, CD ദേശ്മുഖ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത് CD ദേശ്മുഖ് ആണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1943 1949 ഓക്കെ, 1943 1949 43 ഓക്കെ. അപ്പൊ നമുക്ക് അവസാനത്തെ ഒരു 4-5 പേരുടെ നമുക്ക് നോക്കിയാലോ. അതായത് ഡോക്ടർ ബിമൽ ജലാൽ എന്ന് പറയുന്നത് 1997 to 2003 ആണ്. YV റെഡ്ഡി 2003 to 2008 ആണ്. ഡോക്ടർ വി സുബ്ബറാവ് 2008 to 2013 ആണ്. ഡോക്ടർ രഘുറാം രാജൻ 2013 to 2016 ആണ്. ഡോക്ടർ ആർ ഉർജിത് പട്ടേൽ 2016 to 2018. ശ്രീ ശക്തികാന്ത ദാസ് 2018 to 2024. കറന്റ്ലി നമ്മുടെ ഇപ്പോഴത്തെ ആൾ ആരാണ്? ഇപ്പോഴത്തെ എന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്ര 2024 നമ്മുടെ ഇപ്പോഴത്തെ RBIയുടെ ഗവർണർ എന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്രയാണ്. അവസാനത്തെ കുറച്ച് എടുക്കാനുള്ള കാരണം എന്താ അറിയോ? ഇവിടെ കണ്ടോ, നമ്മൾ ഓപ്ഷൻസ് നോക്കിക്കേ. അതായത് ഉർജിത് പട്ടേൽ, അതുപോലെ തന്നെ സുബ്ബറാവു, ശക്തികാന്ത ദാസ്, അതുപോലെ തന്നെ രഘുറാം രാജൻ. അവസാനത്തെ കുറച്ച് ആൾക്കാരെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദിക്കുകയാണെങ്കിലും മെയിൻ ആയിട്ട് ഓസ്ബോൺ സ്മിത്ത്, ജെയിംസ് ടൈലർ, CD ദേശ്മുഖ് ഇങ്ങനെയുള്ള ആൾക്കാരെ ചോദിക്കാനേ ഒരു ചാൻസ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് മുഴുവൻ എടുക്കാതിരുന്നത്. ടോട്ടൽ നമുക്ക് 25-ാമത്തെയാണ് കേട്ടോ സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്നത്. 25-ാമത്തെ ചോദിക്കുകയാണെങ്കിൽ ശക്തികാന്ത ദാസ് ആണ്. ഓക്കെ, ശക്തികാന്ത ദാസ് ആണ് 26-ാമത്തെ വ്യക്തിയാണ്. ഇപ്പൊ ചോദിക്കുകയാണ് ഇന്ത്യയുടെ 26-ാമത്തെ RBIയുടെ ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സഞ്ജയ് മൽഹോത്രയാണ്. ഓക്കെ, അടുത്തത് നോക്കിയാലോ. അടുത്തതെന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളാണ് ചോദിച്ചത്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ. ഓക്കെ, പഞ്ചവത്സര പദ്ധതിയാണ്. നമുക്ക് നോക്കിയാൽ എന്താണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അതായത് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്താണ്? ഓക്കെ, അപ്പൊ ഒരു PSC പഠിക്കുന്ന ഒരാൾക്ക്, ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എന്താണ്? സാമ്പത്തിക വളർച്ചയാണോ? അതെ. സ്വാശ്രയത്വം ഉണ്ടോ? ഉണ്ട്. ആധുനികവൽക്കരണം ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഈ കയറ്റുമതി എന്ന് പറയുന്നത് ഇതിനോടുകൂടി ചേരുന്നില്ല അല്ലെ. അപ്പൊ കയറ്റുമതി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ഒരു ലക്ഷ്യമാണോ? അല്ല. അപ്പൊ എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. എന്താണ്? സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ വരുന്നത് എന്താണ്? സമത്വം. ഓക്കെ, സമത്വം. കയറ്റുമതി അല്ല, സമത്വമാണ് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, സമത്വമാണ് ആൻസർ എന്ന് പറയുന്നത്. എന്താണ് പഞ്ചവത്സര പദ്ധതികൾ? പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത് 1951 ഓക്കെ, അതായത് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചു. 1951 പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത്. ഇതിന്റെ പിതാവ്, പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ലക്ഷ്യം എന്താണ്? കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. 5 വർഷക്കാലത്തെ ആസൂത്രിതവും സംഘടിതവുമായതും സാമൂഹിക വികസനത്തിനും സഹായകമാകുന്ന ദേശീയ പദ്ധതികളെ വിഭാവനം ചെയ്യുക. ഓക്കെ, അതായത് നമുക്ക് 5 വർഷം കൊണ്ട്, ഓക്കെ, അതായത് എല്ലാം കൊണ്ടും നമ്മുടെ രാജ്യത്തിന് സഹായകമാകുന്ന രീതിയിലുള്ള പദ്ധതികൾ, ദേശീയ പദ്ധതികൾ വിഭാവനം ചെയ്യുക എന്നുള്ളതാണ് പഞ്ചവത്സര പദ്ധതികൾ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രൂപകൽപ്പന ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും ആരാണ്? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു, ആസൂത്രണ കമ്മീഷൻ ആണ് അല്ലെ. ആസൂത്രണ കമ്മീഷന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നത് പഞ്ചവത്സര പദ്ധതികളിലാണ്. ഒരു പ്രത്യേക മേഖലയ്ക്ക്
ഇമ്പോർട്ടൻസ് കൊടുത്ത് 5 വർഷം കൊണ്ട് വികസനം എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് രൂപകൽപ്പന ചെയ്യുന്നത് നടപ്പിലാക്കുന്നതും ആരാണ്? ആസൂത്രണ കമ്മീഷനാണ്. അപ്പൊ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. ഓക്കെ, ഈ 4 ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോക്കി വെക്കുക. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, അതുപോലെ തന്നെ സമത്വം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പദ്ധതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ, കാരണം ഇത് ഒരുപാടുണ്ട്, ഇത് തീരില്ല. അപ്പൊ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത് 1951 ടു 56 അധ്യക്ഷൻ ആരാണ്? നെഹ്റു ആണ്. ഓക്കെ, ജവഹർലാൽ നെഹ്റു ആണ്. ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ഗുൽസാരിലാൽ നന്ദ. ആദ്യത്തെ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദയാണ്. ഇത് അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ഹരോഡ് ഡോമർ. ഓക്കെ, ഹരോഡ് ഡോമർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകിയിരുന്നത് കൃഷി അല്ലെ, അതായത് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ടായിരുന്ന മേഖല എന്ന് പറയുന്നത് കൃഷിയാണ്. ഓക്കെ, അതായത് കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് എന്താണ്? 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇതിന്റെ ശില്പി അല്ലെങ്കിൽ ഇതിന്റെ കരട് തയ്യാറാക്കിയ മലയാളി അല്ലെ, ഈ ഒരു പദ്ധതിയിൽ ഉണ്ടായിരുന്ന ഇതിനുള്ള കരട് തയ്യാറാക്കുക അല്ലെങ്കിൽ ഇതിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? KN രാജ് ആണ്. KN രാജ്. അദ്ദേഹത്തിന്റെ സ്വദേശം എവിടെയാണ്? തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂർക്കാരനായിട്ടുള്ള KN രാജ് ആണ് ഇതിന്റെ പദ്ധതി തയ്യാറാക്കിയത്. ഓക്കെ, അപ്പൊ ഇത് പ്രസിദ്ധീകരിച്ച 1951 തന്നെ ഇത് പ്രസിദ്ധീകരിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് 1ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്? അതായത് നമ്മുടെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നിലവിൽ വന്നു. അതുപോലെ തന്നെ NDC നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപീകരിച്ചത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആയിട്ടുള്ള മുതലിയാർ കമ്മീഷൻ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. UGC എന്താണ്? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വരുന്നത് 1ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 5 IIT ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ടിട്ട് 5 IIT സ്ഥാപിതം. ഏതൊക്കെയാണ്? ഖരഗ്പൂർ, ബോംബെ, മദ്രാസ്, ഡൽഹി. ഓക്കെ, ഖരഗ്പൂർ, മദ്രാസ്, കാൺപൂർ, ഡൽഹി, ബോംബെ. ഓക്കെ, 5 IIT സ്ഥാപിതമായി. അതുപോലെ തന്നെ കേരളത്തിൽ എന്താണ് ഉണ്ടായിരുന്നത്? കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ സ്ഥാപിതമായത് 1ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ വേറെ പ്രധാനം എന്താണ്? അണക്കെട്ടുകൾ ഹിരാക്കുണ്ടും ബഗ്രാനങ്കലും സ്ഥാപിതമായത് എപ്പോഴാണ്? 1ാമത്തെ പഞ്ചവത്സര പദ്ധതികളിലാണ് സ്ഥാപിതമായത്. ഓക്കെ, അപ്പൊ ഇത് സ്ഥാപിതമായ ടൈമില് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രസ്താവന വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? അണക്കെട്ടുകൾ എന്നത് ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ജവഹർലാൽ നെഹ്റു പറഞ്ഞ കാര്യമാണ് അണക്കെട്ടുകൾ എന്നത്. ഓക്കെ, ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ഓക്കെ, അപ്പൊ 1ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്ത് സ്ഥാപിക്കപ്പെട്ട അണക്കെട്ടുകളാണ് ഹിരാക്കുണ്ടും അതുപോലെ തന്നെ ബഗ്രാനങ്കലും. ഓക്കെ, അപ്പോ 1ാമത്തെ പദ്ധതി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സക്സസ്ഫുൾ ആയിരുന്നു. കാരണം 2.1 ആണ് അവര് സക്സസ്ഫുൾ അല്ല, അത് ഒരു ഫെയിലിയർ ആയിരുന്നു. കാരണം 1ാമത്തെ പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 2.1 ആണ്. 3.6 ആണ്. പക്ഷെ അവര് കൈവരിച്ചത് 2.1 ആണ്. ഓക്കെ, അടുത്ത എന്താണ് ഇനി? 2ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതായത് 1ാമത്തെ പദ്ധതി എന്ന് പറയുന്നത് സക്സസ് തന്നെയായിരുന്നു. കാരണം എന്താണ്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 2.1ഉം അവര് നേടിയത് 3.6ഉം ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു സക്സസ് ആയിരുന്നു. ഓക്കെ, 1ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയിരുന്നു. 2.1 അവര് ലക്ഷ്യമിടുകയും 3.6 ആണ് അവര് കൈവരിക്കുകയും ചെയ്തത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് 2ാം പദ്ധതി എന്ന് പറയുന്നത് അധ്യക്ഷൻ നെഹ്റു ആണ്. ഓക്കെ, അധ്യക്ഷൻ നെഹ്റു ആണ്. ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് സെയിം ഗുൽസാരിലാൽ നന്ദ തന്നെയാണ്. 2ാമത്തെ പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് വ്യവസായത്തിനാണ്. ഓക്കെ, ആദ്യത്തെ ആണെങ്കിലും കൃഷിയാണ്, 2ാമത്തെ ആണെങ്കിൽ വ്യവസായത്തിനാണ് കേട്ടോ. വ്യവസായത്തിനാണ് പ്രധാനമായിട്ടും ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ടൈമില് പ്രധാനമായിട്ടും നിലവിൽ വന്നത് എന്താണ്? നാഷണൽ ഹൈവേ ആക്ട് 1956. ഓക്കെ, 2ാമത്തെ പദ്ധതി എന്ന് പറയുന്നത് 1956 1961 മഹലാനോബിസ് മാതൃക എന്നറിയപ്പെടുന്നുണ്ട്. ഈ ടൈമിലാണ് ഇന്ത്യൻ നാഷണൽ ഹൈവേ ആക്ട് 1956 നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു വ്യവസായപരമായിട്ടുള്ള വ്യവസായിക പദ്ധതിയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മുടെ DRDO ഉണ്ടല്ലോ, DRDO നിലവിൽ വന്നത് ഈ സമയത്താണ്.
അതുപോലെ തന്നെ ഇന്ത്യയുടെ വാർത്താവിനിമയ പുരോഗതി, ഓക്കെ, വാർത്താവിനിമയ പുരോഗതി എന്നറിയപ്പെടുന്ന 1959 ഇന്ത്യയിൽ ആദ്യമായിട്ട് TV സംപ്രേഷണം ആരംഭിച്ചത് രണ്ടാമത്തെ പദ്ധതി കാലത്താണ്. ഓക്കെ, വാർത്താവിനിമയ രംഗത്തെ പുരോഗതി സ്ഥാപിതം നമ്മുടെ സാക്ഷാത്കരിക്കപ്പെട്ടത് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തില് നമ്മുടെ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചതും രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. രണ്ടാമത്തെ നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് സിന്ധു നദീജല കരാർ നമ്മൾ ഒപ്പുവെക്കുന്നത്. ഈ ടൈമിലായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഇരുമ്പുരുക്ക് ശാലകൾ ഏതെല്ലാമാണ്? ഇരുമ്പുരുക്ക് ശാലകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ. ഓക്കെ, രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഭിലായ്, റൂർക്കേല, അതുപോലെ തന്നെ ദുർഗാപൂർ, ഓക്കെ, എന്നിവ നിലവിൽ വരുന്നത് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഓക്കെ, രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയും ഓൾമോസ്റ്റ് സക്സസ് ആണ്. കാരണം ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 4.5 ആണ്. പക്ഷെ നമ്മൾ നേടിയത് 4.27 ആണ്. 4.27 ആണ് നേടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്താണ്? 1961, 1966 ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നു. ഗാഡ്ഗിൽ മോഡൽ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുടങ്ങുമ്പോൾ അധ്യക്ഷൻ നെഹ്റു, അവസാനിക്കുന്ന സമയത്ത് അധ്യക്ഷ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുമായിരുന്നു. ഓക്കെ, അതായത് തുടങ്ങുന്ന ടൈമിൽ നെഹ്റുവും തുടങ്ങുന്ന സമയത്ത് നെഹ്റുവും അവസാനിക്കുന്ന ടൈമിൽ ഇന്ദിരാഗാന്ധിയുമായിരുന്നു ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലെ പരാജയപ്പെട്ട പഞ്ചവത്സര പദ്ധതി, ഓക്കെ, അതായത് നെഗറ്റീവ് വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണ്? ഹരിത വിപ്ലവം ആരംഭിച്ചത് എപ്പോഴാണ്? മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥനാണ് ഇതിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് അറിയപ്പെടുന്ന പേര് നമ്മൾ പറഞ്ഞല്ലോ, ഗാഡ്ഗിൽ മോഡൽ. ഈ ടൈമിലാണ് ഇന്ത്യ ചൈന യുദ്ധവും അതുപോലെ തന്നെ ഇന്ത്യ പാക് യുദ്ധവും നിലവിൽ യുദ്ധവും വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. എന്താണ്? ഈ യുദ്ധങ്ങളെല്ലാം വന്നതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഒരു ഫെയിലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇന്തോ പാക് യുദ്ധം 1965, 1962 ഇന്ത്യ ചൈന യുദ്ധം വന്നതും മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് കുറച്ചു കാലത്തേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താണ്? അതിനെയാണ് നമ്മൾ പ്ലാൻ ഹോളിഡേ, അല്ലെ? കുറച്ചു കാലത്തേക്ക് പഞ്ചവത്സര പദ്ധതികളൊന്നും ഉണ്ടായിരുന്നില്ല. 1966 മുതൽ 1969 വരെ പ്ലാൻ ഹോളിഡേ കാലഘട്ടം ഏതാണെന്ന് ചോദിക്കാം. 1966 1969. ഓക്കെ, പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി. അപ്പൊ ഇന്ത്യയില് ഹരിത വിപ്ലവം നടപ്പിലാക്കുന്നത് ഈ ടൈമിലാണ്, പ്ലാൻ ഹോളിഡേയിലാണ്. അതായത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പ്രഖ്യാപിക്കുകയും പ്ലാൻ ഹോളിഡേയിലെ ടൈമിൽ നടപ്പിലാക്കുകയും ചെയ്തു. ഓക്കെ, 1966 69 പ്ലാൻ ഹോളിഡേയുടെ ടൈമിൽ ഇത് നടപ്പിലാക്കുകയും ചെയ്തു. ഓക്കെ, അടുത്തത് എന്താണ്? നാലാമത്തെ പദ്ധതി, അല്ലെ? നാലാമത്തെ പദ്ധതി 1969 to 74. ഇതിന്റെ സമയത്ത് അധ്യക്ഷ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഈ സമയത്ത് അധ്യക്ഷ എന്ന് പറയുന്നത് എന്താണ്? ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് അധ്യക്ഷ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എന്ന് പറയുന്നത് ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം. ഓക്കെ, ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനമായിരുന്നു ഈ നാലാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ടൈമിലാണ് 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയത്. ഓക്കെ, നാലാമത്തെ പദ്ധതിയിലാണ് 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയത്. അപ്പൊ ഇന്ത്യയിൽ ഈ ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഈ നാലാം പഞ്ചവത്സര പദ്ധതിയിൽ തന്നെയാണ് ISRO നിലവിൽ വരുന്നത് ഈ സമയത്ത് തന്നെയാണ്. ഓക്കെ, അതുപോലെ ധവള വിപ്ലവം ആരംഭിച്ചത് നാലാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഓപ്പറേഷൻ ഫ്ലഡ്. ഇതിന്റെ നേതൃത്വം കൊടുത്തത് വർഗീസ് കുര്യനാണ്. ഓക്കെ, ഈ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ലക്ഷ്യമിട്ടത് 5.7 ആണ്. പക്ഷെ അത് നേടിയത് 3.3 ആണ്. ഓക്കെ, അടുത്ത എന്താണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, അഞ്ചാമത്തെ പദ്ധതി അറിയപ്പെടുന്നത് 1974 മുതൽ 78 വരെ DP ധർ മോഡൽ എന്ന് അറിയപ്പെടുന്നു. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഓക്കെ, കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ്
അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി, അതായത് കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മുന്നോട്ട് വെച്ച വളർച്ചാ നിരക്ക് 4.4, ഇത് നേടിയത് എന്ന് പറയുന്നത് 4.2 ആണ്. ഓക്കെ, അതായത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ടാണ് അവര് റോളിംഗ് പ്ലാൻ, ഓക്കെ, അതായത് റോളിംഗ് പ്ലാൻ ആരംഭിക്കുന്നത്. റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? 1978 മുതൽ 80 വരെ. ഓക്കെ, 1978 മുതൽ 80 വരെയാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഗുണ്ണാർ മിർദാലാണ്. ഓക്കെ, ഗുണ്ണാർ മിർദാലാണ് ഇത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ അടുത്ത് എന്താണ്? ആറാമത്തെ പഞ്ചവത്സര പദ്ധതി. ആറാമത്തെ പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? ഈ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. പക്ഷെ ഈ പദ്ധതി അവസാനിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയാണ്. ഓക്കെ, അവസാനിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ഈ ടൈമിലാണ് കേട്ടോ നബാർഡ് വരുന്നത്. നബാർഡ് വരുന്നത് ഈ സമയത്താണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ദേശസാൽക്കരണം വരുന്നതും ഈ ഒരു സമയത്താണ്. ഓക്കെ, അടുത്ത എന്താണ്? ഏഴാമത്തെ പദ്ധതി. 1985 മുതൽ 1990 വരെയാണ് ഏഴാമത്തെ പദ്ധതി എന്ന് പറയുന്നത്. അന്നത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയും ഉപാധ്യക്ഷൻ മൻമോഹൻ സിംഗുമാണ്. ഓക്കെ, അപ്പൊ ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ശില്പി ആരാണെന്ന് ചോദിക്കാറുണ്ട്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സാം പിത്രോഡയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്ന് പറയുന്നത്. ഓക്കെ, മുഖ്യ ശില്പി എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ വാർത്താവിനിമയ പുരോഗതി, ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം കൂട്ടുക, അതുപോലെ തന്നെ വിവര സാങ്കേതിക വിദ്യയുടെ പുരോഗതി. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചത് 6ഉം കൈവരിച്ചത് 6ഉം ആണ്. അപ്പൊ അത് ഒരു സക്സസ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ്. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തെന്ന് പറയുന്നത് വാർഷിക പദ്ധതി. ഓക്കെ, അപ്പൊ ഈ വാർഷിക പദ്ധതിയും റോളിംഗ് പ്ലാനും പ്ലാൻ ഹോളിഡേ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. വാർഷിക പദ്ധതി എന്ന് പറയുന്നത് 1992 ആണ്. ഓക്കെ, എന്താണ്? ഏഴാം പഞ്ചവത്സര പദ്ധതിക്കും എട്ടാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിൽ വാർഷിക പദ്ധതി നടപ്പിലാക്കി. ആരാണ് നടപ്പിലാക്കിയത്? നരസിംഹറാവു ഗവൺമെന്റ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയതും ഈ കാലയളവിലാണ്. ഓക്കെ, അപ്പൊ ഈ ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എന്താണ് ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഈ സാമ്പത്തിക നയത്തിന്റെ പിതാവ്, പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പി നരസിംഹ റാവു ആണ്. പി നരസിംഹ റാവു. മൻമോഹൻ സിംഗ് ആണ് ഈ സമയത്ത് ധനമന്ത്രി. ഓക്കെ, അടുത്ത എന്താണ്? എട്ടാമത്തെ പദ്ധതി 1992-97 റാവു മൻമോഹൻ മോഡൽ. ഈ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? നരസിംഹറാവു ആയിരുന്നു. ഉപാധ്യക്ഷൻ ആരായിരുന്നു? പ്രണബ് മുഖർജി. ഓക്കെ, ഇതറിയപ്പെടുന്ന പേരെന്താണ്? റാവു മൻമോഹൻ മോഡൽ. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? മാനുഷിക വികസനം എന്നുള്ളതായിരുന്നു പ്രധാന ലക്ഷ്യം. ഓക്കെ, അടുത്തത് ഒൻപതാമത്തെ പദ്ധതി 1997-2002 ഒൻപതാമത്തെ പദ്ധതി. ഈ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ. ഓക്കെ, ജനകീയ പദ്ധതി. ഒമ്പതാമത്തെ പദ്ധതി ഇമ്പോർട്ടന്റ് ആണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന നമ്മുടെ പദ്ധതികൾ ഏതാണ്? പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒമ്പതാമത്തെ പദ്ധതിയാണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഒൻപതാമത്തെ പദ്ധതിയാണ്. ഓക്കെ, അപ്പൊ ഇതില് ഇന്ത്യയിൽ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തപ്പെട്ടത് ഒമ്പതാമത്തെ പദ്ധതിയിലാണ്. ആ സമയത്ത് അതിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? APJ അബ്ദുൾ കലാം ആയിരുന്നു. രണ്ടാം ആണവ പരീക്ഷണത്തിന്റെ രഹസ്യനാമം എന്ന് പറയുന്നത് ഓപ്പറേഷൻ ശക്തി എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 6.5 ആണ്. പക്ഷെ ഇത് കൈവരിച്ചത് 5.4 ആണ്. ഓക്കെ, 5.4 ആണ്. ഓക്കെ, പത്താമത്തെ പദ്ധതി എന്ന് പറയുന്നത് 2002-2007 ആണ്. ഇതിന്റെ പ്രധാനമന്ത്രി AB വാജ്പേയി ആണ്. ഉപാധ്യക്ഷൻ ആരാണ്? KC പന്ത് ആണ്. ഓക്കെ, അവസാനിച്ച സമയത്ത് പ്ലാനിംഗ് കമ്മീഷന്റെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് മൊണ്ടേസിംഗ് അലുവാലിയ. ഓക്കെ, അപ്പോ ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കേരള മോഡൽ. ഓക്കെ, ലക്ഷ്യം കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ്
പത്താമത്തെ പദ്ധതിയാണ് കേരള മോഡൽ. കേരള മോഡൽ എന്നറിയപ്പെടുന്നത് 10ാമത്തെ പദ്ധതിയാണ്. ഓക്കെ, 10ാമത്തെ പദ്ധതിയാണ് കേരള മോഡൽ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തത് 11ാമത്തെ പദ്ധതി 2007 to 2012. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. ഈ സമയത്ത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും കമ്മീഷന്റെ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്, ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് മൊണ്ടേ സിംഗ് അലുവാലിയുമാണ്. അപ്പൊ ഈ 11ാമതിന്റെ പ്രത്യേകത എന്താ അറിയോ? ഈ പദ്ധതികളിൽ മുഴുവൻ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളർച്ചാ നിരക്ക് കൈവരിച്ച പദ്ധതി എന്ന് പറയുന്നത് 11ാമത്തെ പദ്ധതിയാണ്. ഓക്കെ, ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നത് 11ാമത്തെ പദ്ധതിയാണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നതും ഈ പദ്ധതി തന്നെയാണ്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് 12ാമത്തെ പദ്ധതി എന്ന് പറയുന്നത് 2012 to 2017 ഇതിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ മൻമോഹൻ സിംഗ് ആണ്. ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് മൊണ്ടേ സിംഗ് അലുവാലിയാണ്. ഓക്കെ, ഇതിന്റെ ലക്ഷ്യം എന്താണ്? സുസ്ഥിര വികസനമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ 12ാമത്തതിന്റെ ലക്ഷ്യം മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ലക്ഷ്യം എന്ന് പറയുന്നത് സുസ്ഥിര വികസനമാണ്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് നമ്മുടെ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇതൊന്നും ആയിട്ടില്ല, ബിക്കോസ് നിറയെ പറയാനുണ്ട്. അപ്പൊ നമുക്ക് അത്ര ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറയാനുള്ള. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം ഏതാണെന്ന് നോക്കിയാലോ. ജനാധിപത്യേതര ഗവൺമെന്റ് എന്നാൽ എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം. ജനങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ് ജനങ്ങൾക്ക്. ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. ഭരണാധികാരികൾ നിയമത്തിന് അതീതമായിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 2, 4 എന്നിവയാണ് ശരി. 2, 4. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. ഭരണാധികാരികൾ നിയമത്തിന് അതീതമായിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്നവയില് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓക്കെ, ഇന്ത്യയില് നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാജ്യസഭ, ലോക്സഭ എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നു. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. 1, 2 എന്നിവ ശരിയാണ്. എന്താണ്? ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ എന്നിവ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവ ഉൾപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഇതൊരു SCERT ഫാക്ട് ആണ് കേട്ടോ. ഇതൊരു SCERT എന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഏതാന്ന് നോക്കിയാലോ. ഇതാണ്ടോ ഇന്ത്യയിലെ ഗവൺമെന്റ്. ഓക്കെ, നിയമനിർമ്മാണ വിഭാഗം എന്താണ്? രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. ശരിയല്ലേ? അതായത് രാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ. ഓക്കെ, അടുത്തത് എന്താണ്? കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. ഓക്കെ, ഉദ്യോഗസ്ഥ വൃന്ദം. അവിടെ എന്താണ്? ഇതാ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, നമ്മുടെ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. കണ്ടോ, ഇവിടെ അങ്ങനെ എടുത്തിട്ടിരിക്കുകയാണ്. അപ്പൊ നീതിന്യായ വിഭാഗത്തിൽ വിടുന്നത് ഏതൊക്കെയാണ്? സുപ്രീം കോടതി വരും, ഹൈക്കോടതി വരും, ജില്ലാ കോടതികൾ വരും, സബ് കോടതി, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ. ഇത്രയാണ് നീതിന്യായ വിഭാഗത്തിൽ നിന്ന് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഘട്ടങ്ങൾ ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ആദ്യം വരുന്നത് എന്താണ്? തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക. അല്ലെ, ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുക. അത് കഴിഞ്ഞ് ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. അത് കഴിഞ്ഞ് പത്രിക ഒരു സൂക്ഷ്മ പരിശോധന നടത്തും. അത് കഴിഞ്ഞ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുക. ഓക്കെ, ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. 3, 4, 1, 2. ഓക്കെ, ഇതാണ് ഓർഡർ. അപ്പൊ നമുക്ക് എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? ഓക്കെ, നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഇന്ത്യയില്
കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25-നാണ്. 1950 ജനുവരി 25-നാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ നമ്മുടെ ഭരണഘടനയില് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എന്ന് പറയുന്നത് ഭാഗം 15 ആർട്ടിക്കിൾ 324 329. ഓക്കെ, ഭാഗം 15 നമ്മുടെ ആർട്ടിക്കിൾ 324 329-ലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആസ്ഥാനം എന്ന് പറയുന്നത് നിർവാചൻ സദൻ ന്യൂഡൽഹിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മറ്റ് അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നത് ആരാണ്? നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതുപോലെ തന്നെ മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പൊ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നതെങ്കിൽ നമ്മൾ നീക്കം ചെയ്യുന്നത് ആരാണ്? നീക്കം ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ് കേട്ടോ. രാഷ്ട്രപതി നിയമിക്കുന്നു എന്നുള്ളത് കൊണ്ട് രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാനുള്ള അധികാരമില്ല. നീക്കം ചെയ്യുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് നീക്കം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനൊരു കമ്മീഷണറും അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരിക്കും ഇതിന്റെ തെരഞ്ഞെടുപ്പിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരിക്കും അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്നാൽ മറ്റു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെക്കാൾ കൂടുതൽ അധികാരങ്ങൾ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഇല്ല. ഓക്കെ, അതായത് മറ്റു കമ്മീഷണറേക്കാൾ കൂടുതൽ അധികാരം ഇവർക്കില്ല. ഇവരുടെ സാലറി എന്ന് പറയുന്നത് 2,50,000 ആണ്. ഓക്കെ, അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളുടെ സാലറി എന്ന് പറയുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഇലക്ഷൻ കമ്മീഷണർമാര് എന്നിവരുടെ സാലറി എന്ന് പറയുന്നത് 2,50,000 ആണ്. ഓക്കെ, ഇലക്ഷൻ കമ്മീഷനിൽ 3 അംഗങ്ങൾക്കും തുല്യ ശമ്പളവും അതുപോലെ തന്നെ തുല്യ അലവൻസും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കുക. നിയമിക്കുന്നത് രാഷ്ട്രപതിയും നീക്കം ചെയ്യുന്നത് പ്രധാനമന്ത്രിയുമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കാലാവധി എത്രയാണ്? കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 60 വയസ്സാണ്. ഓക്കെ, സോറി 65 ആണ് കേട്ടോ, മിസ്റ്റേക്ക് വന്നാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഓക്കെ, 60 അല്ല 65 വയസ്സാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് നമ്മൾ പറഞ്ഞു 326 329. ഓക്കെ, 324 329 നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കേട്ടോ. അപ്പൊ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 326-ലാണ്. ഓക്കെ, അപ്പൊ വോട്ടിംഗ് പ്രായം എന്ന് പറയുന്നത് 21-ൽ നിന്നും 11 ആക്കി കുറച്ച ഭേദഗതി. ഓക്കെ, 21-ൽ നിന്ന് വോട്ടിംഗ് പ്രായം 18 ആക്കി കുറച്ച ഭേദഗതി എന്ന് പറയുന്നത് 61-ാം ഭേദഗതി 1981-ലാണ്. 21-ൽ നിന്നും 18 ആക്കി കുറച്ചത് രാജീവ് ഗാന്ധിയാണ്. ഓക്കെ, രാജീവ് ഗാന്ധിയാണ്. ഭേദഗതി ഏതാണ്? 61-ാം ഭരണഘടനാ ഭേദഗതി 1981. ഓക്കെ, അപ്പൊ നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കുറിച്ച് നോക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ആരാണ്? സുകുമാർ സെന്നാണ് ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള ആദ്യത്തെ മലയാളി ആരാണ്? ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത് നമ്മുടെ TN ശേഷനാണ്. TN ശേഷൻ 1998 1996 1996. ഓക്കെ, അപ്പൊ നമ്മുടെ നിലവില് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്ന ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് ജ്ഞാനേഷ് കുമാർ ആണ്. അദ്ദേഹം ചുമതലയേറ്റത് 2025 ഫെബ്രുവരി 19-നാണ്. ഫെബ്രുവരി 19 2025 ഇന്ത്യയിൽ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ജ്ഞാനേഷ് കുമാറാണ്. ഓക്കെ, അപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് നോക്കി. നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് നമുക്ക് നോക്കിയാൽ, അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1951. ഓക്കെ, 1951 നമ്മുടെ ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണ് നടന്നത്. അപ്പൊ ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിൽ ആദ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയത് ആരാണ്? വോട്ട് രേഖപ്പെടുത്തിയത് എന്ന് പറയുന്നത് ശ്യാം ശരൺ നേഗിയാണ് ആദ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയ വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാണ്? 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണ്
ഈ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ സംസ്ഥാനം അപ്പൊ ചോദിക്കാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ്. ഹിമാചൽ പ്രദേശാണ് സംസ്ഥാനം എന്ന് പറയുന്നത്. താലൂക്ക് ചോദിക്കുകയാണെങ്കിൽ ചിനി താലൂക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ വോട്ടർ, ഓക്കെ, അതായത് ആദ്യമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ശ്യാം ശരൺ നേഗിയാണ്. ശ്യാം ശരൺ നേഗിയാണ്. ഓക്കെ, ആദ്യത്തെ ലോക്സഭയിൽ എത്ര സീറ്റുകൾക്കാണ് അവർ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്? 489 സീറ്റുകൾക്ക് അവർ മത്സരിക്കുകയും 364 സീറ്റിലും കോൺഗ്രസ് ജയിക്കുകയും ചെയ്തു. ഓക്കെ, 489 സീറ്റിൽ അവർ മത്സരിക്കുകയും 364 സീറ്റിൽ കോൺഗ്രസ് ജയിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ കമ്മീഷണറെയും തെരഞ്ഞെടുപ്പും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് പറയാനായിട്ടുള്ളത് എന്താണ്? നോട്ട, അല്ലെ? നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ നമുക്ക് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു കാര്യമാണ് നോട്ട എന്ന് പറയുന്നത്. നോട്ട ആദ്യമായിട്ട് നടപ്പിലാക്കിയത് എവിടെയാണ്? അപ്പൊ അതിനു മുമ്പായിട്ട് നോട്ട എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥികളിൽ നിന്ന് ആരോടും വ്യക്തി താല്പര്യമില്ലാത്ത വോട്ടർമാർക്ക് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനായിട്ട് വോട്ടിംഗ് യന്ത്രത്തിൽ ചേർത്തിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനം, അല്ലെ? അതായത് എനിക്ക് ആരോടും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നോട്ട കുത്തിയിട്ട് വരാം, അല്ലെ? അതായത് എനിക്ക് ആരോടും പ്രത്യേക ഒരു താല്പര്യം ഇല്ല, അതേപോലെ തന്നെ എനിക്ക് പാർട്ടിയിലുള്ള അവരുടെ ആൾക്കാരോടൊക്കെ എനിക്ക് വിയോജിപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നോട്ട അവിടെ കുത്തിയിട്ട് വരാം, അല്ലെ? അതായത് ആരോടും താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ നോട്ട ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ നോട്ടയ്ക്ക് നമുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. അപ്പൊ ഇത് പ്രകാരം ആദ്യമായിട്ട് നോട്ട നടപ്പിലാക്കിയത് ആരാണ്? ഫ്രാൻസ് ആണ് നോട്ട ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. ഓക്കെ, അപ്പൊ നടപ്പിലാക്കിയ ഏഷ്യൻ രാജ്യം ഏതാണ്? ഏഷ്യൻ രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശാണ് ഏഷ്യൻ രാജ്യം എന്ന് പറയുന്നത്. നടപ്പിലാക്കിയ 14ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട നടപ്പിലാക്കിയ എത്രാമത്തെ സംസ്ഥാനമാണ് ഇന്ത്യ എന്ന് പറയുന്നത്? 14ാമത്തെ ആണ് ഇന്ത്യ എന്ന് പറഞ്ഞത്. 14ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്രയാണ് കേട്ടോ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇപ്പോ വീണ്ടും ഇനി വരുന്ന ചോദ്യങ്ങളിൽ നമുക്ക് കൂടുതൽ ഇൻക്ലൂഡ് ആയിട്ട് നമുക്ക് പറയാം കേട്ടോ, ഇൻക്ലൂഡ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പൊ ഇതിൽ ഇത്രയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മൗലിക അവകാശങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കിയാലോ? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതിൽ ഉൾപ്പെടുന്നത് ഏവയാണ്? അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഓക്കെ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, അന്യമായ അറസ്റ്റിൽ നിന്നും സംരക്ഷണം, സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കുവാനുള്ള അവകാശം. ഓക്കെ, അപ്പൊ ഇവിടെ എടുത്തു ചോദിച്ചിട്ടുണ്ട് മൗലികാവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നുള്ളതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നുള്ളതിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അതായത് അന്യായമായ അറസ്റ്റിൽ നിന്നും സംരക്ഷണം, അതുപോലെ തന്നെ സംഘടനകൾ രൂപീകരിക്കുവാനുള്ള അവകാശം. ആൻസർ എന്താണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, 2ഉം 3ഉമാണ്. 2ഉം 3ഉമാണ് ഇവിടെ ആൻസർ വരുന്നത്. സംഘടനകൾ രൂപീകരിക്കുവാനുള്ള അവകാശം, അന്യായമായ അറസ്റ്റിൽ നിന്നും സംരക്ഷണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഇതിന്റെ മൗലികാവകാശങ്ങൾ നമുക്ക് എത്രയാണെന്നുള്ളത്, മൗലികാവകാശങ്ങൾ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ? ഇതിൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്കിപ്പോ ഇവിടെ അറിയേണ്ടത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയട്ടെ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് മൗലികാവകാശങ്ങളാണ്. ഓക്കെ, മൗലിക അവകാശങ്ങൾ. ഓക്കെ, ഭരണഘടനയില് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താണ്? 3ാമത്തെ ഭാഗമാണ് കേട്ടോ. 3ാമത്തെ ഭാഗത്തിലാണ് ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് എന്താണ്, അതായത് എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്? അതായത് ഒരു പൗരന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശമാണ് മൗലിക അവകാശം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത, ഒരു പൗരന് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശമാണ്. ഓക്കെ, അതിൽ ഈ മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രം, അതായത് ചിലത് പൗരന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, മറ്റു ചിലത് പൗരന്മാർക്കും വിദേശികൾക്കും അതുപോലെ തന്നെ നമ്മുടെ കമ്പനികൾ അതുപോലുള്ള നിയമനിർമ്മാണമായിട്ടുള്ള ഒക്കെ സംഭവങ്ങൾ ഉണ്ടാവല്ലോ, അതിനെല്ലാം കൂടെ അവകാശപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ചിലത് പൗരന്മാർക്കും മറ്റു ചിലതെന്ന് പറയുന്നത് വിദേശികൾക്ക്, പൗരന്മാർക്ക്, കമ്പനികൾക്ക് എല്ലാം കൂടി അവകാശപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്തതാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ഗവൺമെന്റിന് പോലും ഇവ ലംഘിക്കാൻ പാടില്ല. അതായത് ആളുകൾക്ക് മാത്രമല്ല, ഗവൺമെന്റ് പോലും ഇത് ലംഘിക്കരുതെന്ന് ഭരണഘടന പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഭാഗം 3ലാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇപ്പോ ഏതാണ് ഇതിന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്? ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 12 മുതൽ 35 വരെയാണ്. 12 മുതൽ 35 വരെയാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? മൗലികാവകാശങ്ങൾ എന്നത് ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്. ഓക്കെ,
സംരക്ഷകൻ എന്ന് സോറി, മൗലികാവകാശങ്ങൾ ഇന്ത്യ കടംകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിൽ നിന്നാണ്. ഓക്കെ, അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ഇതിന്റെ സംരക്ഷകൻ എന്ന് പറയുന്നത് ആരാണ്? മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ സുപ്രീം കോടതിയാണ്. ഓക്കെ, അപ്പോൾ ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് നിലവിൽ വരുന്ന സമയത്ത്, നിലവിൽ വരുന്ന സമയത്ത് ഇതിന് 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നീട് എന്താണ് സംഭവിച്ചത്? അതായത് സ്വത്തവകാശം എന്ന് പറയുന്നത് നിയമാവകാശമായതോട് കൂടിയിട്ട് 6 മൗലിക അവകാശങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, നിലവിൽ വരുമ്പോൾ 7 അവകാശങ്ങളും നിലവിൽ സ്വത്തവകാശം എന്ന് പറയുന്നത് നിയമാവകാശമായതോട് കൂടിയിട്ട് 6 അവകാശങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. സ്വത്തവകാശം എന്ന് പറയുന്നത് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ഏതാണ്? 44-ാം ഭരണഘടനാ ഭേദഗതി 1979. ഓക്കെ, 44-ാം ഭരണഘടനാ ഭേദഗതി 1979. ഓക്കെ, അപ്പോ സമത്വത്തിനുള്ള അവകാശം അല്ലെ, അതായത് 6 അവകാശങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ അവകാശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയാലോ. സമത്വത്തിനുള്ള അവകാശം 14-18, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19-32, ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23-24, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25-27, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം 29-30, ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം 32. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പെടാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയാലോ. ആദ്യത്തെ എന്ന് പറയുന്നത് 19(1)(a). 19(1)(a) എന്ന് പറയുന്നത് എന്താണ്? 19(1)(a) എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യം. ഓക്കെ, 19(1)(b) എന്ന് പറയുന്നത് എന്താണ്? ആയുധമില്ലാതെ സമാധാനപരമായിട്ട് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, 19(1)(b) എന്ന് പറയുന്നത് ആയുധമില്ലാതെ സമാധാനപരമായിട്ട് സമ്മേളിക്കാനുള്ള അവകാശം. 19(1)(c). 19(1)(c) എന്ന് പറയുന്നത് സംഘടന രൂപീകരിക്കാൻ. 19(1)(c) എന്ന് പറയുന്നത് സംഘടന രൂപീകരിക്കാൻ. 19(1)(d) എന്ന് പറയുന്നത് എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യമാണ്. സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, അപ്പൊ അതുപോലെ 19(e) എന്ന് പറയുന്ന 19(e) ആണ് പറയുന്നത് ഇന്ത്യയിൽ എവിടെയും താമസിക്കാൻ. ഓക്കെ, 19(1)(e) എന്ന് പറയുന്നത് എന്താണ്? എവിടെയും താമസിക്കാൻ അല്ലെ. 19(1)(d) എന്ന് പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യമാണെങ്കിൽ 19(e) എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെയും താമസിക്കാൻ. ഓക്കെ, 19(g) എന്താണ്? g എന്ന് പറയുന്നത് മാന്യമായ തൊഴിൽ ചെയ്യാൻ, മാന്യമായിട്ടുള്ള തൊഴിൽ ചെയ്യാനുള്ളതാണ് 19(g) എന്ന് പറയുന്നത്. അപ്പൊ 19(f) എന്ന് പറയുന്നത് ഇപ്പൊ ഇല്ല കേട്ടോ. പക്ഷെ എന്നാൽ അത് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്താണ്. ഇത് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. 19(f) എന്ന് പറയുന്നത് എന്താണ്? സ്വത്തവകാശവുമായിട്ട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യമാണ്. ഓക്കെ, 44-ാം ഭേദഗതിയിലൂടെ മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്തു. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്തപ്പോ ഈ 19(1)(f) എന്ന് പറയുന്നത് എടുത്തു മാറ്റി. ഓക്കെ, അപ്പൊ ഇത്രയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ അടുത്തത് എന്താണ്? അടുത്തതെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായവ കണ്ടെത്തുക. 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ, 103 ഭരണഘടനാ ഭേദഗതികൾ, 2021 സെപ്റ്റംബർ വരെ. ഓക്കെ, അതുപോലെ 22 ഭാഗങ്ങൾ. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. എന്താണ്? 395 അനുച്ഛേദങ്ങളും അതുപോലെ 22 ഭാഗങ്ങളും. 395 അനുച്ഛേദങ്ങളും 22 ഭാഗങ്ങളുമാണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് SCERT-യിൽ ഇതിനെ കുറിച്ച് എന്താ പറയണമെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. അതായത് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണം 1946 ഡിസംബർ 6-ന് രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത് എപ്പോഴാണ്? ഡിസംബർ 6, 1946. ഓക്കെ, 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11, ഇത് ഇമ്പോർട്ടന്റ് ആണ്, 2 വർഷം 11 മാസം 17 ദിവസം. ഓക്കെ, ഭരണഘടന രൂപീകരിക്കാൻ, ഭരണഘടന മീൻസ് ഒരു ഭരണഘടന തയ്യാറാക്കാനായിട്ട് എടുത്ത കാലയളവ് എന്ന് പറയുന്നത് 2 വർഷം 11 മാസം 17 ദിവസമാണ്. ഓക്കെ, നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന. 1949 നവംബർ 26-ന് അംഗീകരിച്ച് നിയമമാക്കി. നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയില് 22 ഭാഗങ്ങൾ, 22
നോക്കൂ, അതായത് 22 ഭാഗങ്ങൾ ശരിയാണല്ലേ, ഭാഗങ്ങളിലായിട്ട് 395 അനുച്ഛേദങ്ങൾ, 395 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ 8 പട്ടിക എന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ അത് തെറ്റായിട്ടാണ്. ഇത് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമാണ് കേട്ടോ. പക്ഷെ ഇവിടെ ഇത് എടുത്തിട്ടില്ല, എന്താണ് റീസൺ എന്നറിയില്ല. പക്ഷെ ഇതിൽ SCERT പ്രകാരം ഇതാണ് പറയുന്നത്, 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഒരു സജീവ പ്രമാണമായിട്ട് തുടരുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത് 1946 ഡിസംബർ 6-നാണ് രൂപീകരിക്കപ്പെട്ടത്. എന്താ, നമ്മുടെ ക്യാബിനറ്റ് മിഷന്റെ നിയമാനുസൃതം. ഓക്കെ, ക്യാബിനറ്റ് മിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസം 17 ദിവസം എടുത്തു. 26-ന് അംഗീകരിച്ചു. ഇതാണ് ഭരണഘടനാ ദിനം, നവംബർ 26, 1949. ഓക്കെ, ഇതിൽ 22 ഭാഗങ്ങൾ, 395 വകുപ്പ്, 8 പട്ടിക ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്, ജനുവരി 26, 1950. ഓക്കെ, അപ്പൊ ഇതിൽ കൊടുത്തിട്ടുള്ള, അതിന്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. അതായത് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. ഓക്കെ, ഇന്ത്യയുടെ എന്ന് പറയുന്നത് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖ, രാജ്യത്തിന്റെ വൈവിധ്യവും വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കം. ഓക്കെ, ഇന്ത്യയുടേത് പാർലമെന്ററി ജനാധിപത്യമാണ് അല്ലെ. അതായത് കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അടുത്ത എന്താണ്, ദൃഢവും അയവുള്ളതുമായ ഘടന. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഓക്കെ, എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. മൗലിക അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങൾ, പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. ഓക്കെ, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നാൽ എന്താണ്, ഭാവി രാഷ്ട്രത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്കായിട്ട് രാഷ്ട്രത്തിന്റെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ. ഓക്കെ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. ഇന്ത്യക്ക് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളാണ് ഉള്ളത്. അതായത് മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ അല്ലെ, അതായത് ലോക്സഭ. അധോസഭ എന്നറിയപ്പെടുന്നത് എന്താണ്, ലോക്സഭയാണ് അല്ലെ. ഇന്ത്യയുടേത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. എന്താണ് അധോസഭ, നമുക്കൊരു ലോക്സഭയുണ്ട്, ഒരു രാജ്യസഭയുണ്ട് അല്ലെ. അപ്പൊ നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ എന്ന് പറയുന്നത് എന്താണ്, രാജ്യസഭയാണ്. ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയിട്ടുള്ള ഫെഡറലിസം, ശക്തമായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റോട് കൂടിയിട്ടുള്ള ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചിട്ടുണ്ട്, എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനം, സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ, ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഓക്കെ, അപ്പോ ഇന്ന് ഇത്രയാണ് കേട്ടോ നോക്കാനുള്ളത്. ഇന്നൊരു 10 ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഒരുവിധം എല്ലാം ഇല്ലെങ്കിലും ഒരുവിധപ്പെട്ട എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം 10 ക്വസ്റ്റ്യൻ ഒക്കെ പറയുന്ന സമയത്ത് 1 മണിക്കൂറിൽ മാക്സിമം കവർ ചെയ്യാവുന്ന അത്രയും കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പാർട്ട് 3 ആയിട്ട് വേറൊരു ദിവസം വരാം. ആവശ്യമുള്ളവർ കാണുക. SCERTയും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോയിൽ. എല്ലാവരും കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.